ഹലോ, എല്ലാവർക്കും വീണ്ടും എയിം സ്റ്റഡി സെൻറ്ററിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ വി ബാലകൃഷ്ണൻ. ഓക്കെ, ഇന്നത്തെ സ്നാപ്ഷോട്ട് വീഡിയോ ചോദ്യം, അതായത് ബുദ്ധി വികാസത്തിൻ്റെ പടിവാതിൽ എന്ന് പിയാഷെ അഭിപ്രായപ്പെട്ട വികാസഘട്ടം ഏതാണ്? ബുദ്ധി വികാസത്തിൻ്റെ പടിവാതിൽ, അതിനെ ഇംഗ്ലീഷിൽ പറയുന്നു ത്രിഷോൾഡ് ടു ഇൻ്റലിജൻസ്. ത്രിഷോൾഡ് ടു ഇൻ്റലിജൻസ്, ബുദ്ധിവികാസത്തിലേക്ക് കുട്ടി കടക്കുന്ന ഒരു പടിവാതിൽ, സ്റ്റെപ്സ്. ത്രിഷോൾഡ് ടു ഇൻ്റലിജൻസ് എല്ലാവരും മനസ്സിലാക്കുക. ഇത് പരീക്ഷയ്ക്ക് വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ത്രിഷോൾഡ് ടു ഇൻ്റലിജൻസ് അങ്ങനെ അറിയപ്പെടുന്ന കാലഘട്ടം, വികാസഘട്ടം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ജീൻ പിയാഷെ, ജനറ്റിക് എപ്പിസ്റ്റമോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജീൻ പിയാഷെ ബേസിക്കലി ഒരു ബയോളജിസ്റ്റും പിന്നെ ഒരു സൈക്കോളജിസ്റ്റും കോഗ്നിറ്റിവിസത്തിൻ്റെ പ്രമുഖ വക്താവുമാണ് ജീൻ പിയാഷെ. ഭാഷയെയും ചിന്തയെയും കുറിച്ച് ഇത്രയും ആഴത്തിൽ പഠിച്ച മറ്റൊരു സൈക്കോളജിസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല. സോ നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അതായത് ത്രിഷോൾഡ് ടു ഇൻ്റലിജൻസ് എന്ന് പിയാഷെ വിശേഷിപ്പിച്ച കാലഘട്ടം ഏതാണ്? ഞാൻ ആദ്യം പറയുന്നു, അത് സെൻസറി മോട്ടോർ സ്റ്റേജിലെ ഒരു സമയമാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, അതായത് 0 വയസ്സ് മുതൽ ഒരു 1.5-2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, സെൻസറി മോട്ടോർ സ്റ്റേജിനെ തന്നെ പിയാഷെ 6 സ്റ്റേജുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. നമ്മുടെ പല ഉദ്യോഗാർത്ഥികൾക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവർ ഇതുവരെ മനസ്സിലാക്കി വെച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അവർ ഈ സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രാഗ്മനോവ്യാപാരഘട്ടം, മൂർത്തമനോവ്യാപാരഘട്ടം, ഔപചാരിക മനോവ്യാപാരഘട്ടം, ഇങ്ങനെ 4 ഘട്ടങ്ങളെക്കുറിച്ച്, സ്റ്റേജ് തിയറിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പക്ഷെ സ്റ്റേജിൻ്റെ ഉള്ളിലെ സ്റ്റേജിനെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. സോ അതിലത്തെ ഒരു ചോദ്യമാണ് ത്രിഷോൾഡ് ടു ഇൻ്റലിജൻസ്, അതായത് ബുദ്ധിവികാസത്തിൻ്റെ പടിവാതിൽ എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടത്തെയാണ്? നമുക്കിവിടെ നോക്കൂ, സെൻസറി മോട്ടോർ സ്റ്റേജ്, ജനനം മുതൽ 1 മാസം വരെ, ബർത്ത് ടു 1 മന്ത്, ഇതിനെ നമ്മൾ പറയുന്നത് ന്യൂ ബോൺ ബേബീസിൽ കാണപ്പെടുന്ന, 1 മാസം വരെയുള്ള ന്യൂ ബോൺ ബേബീസിൽ കാണപ്പെടുന്ന ഒരു ഘട്ടമാണ് അനിച്ഛാപൂർവമായ ഒരു ഘട്ടം. അതായത് അനിച്ഛാപൂർവമായ പ്രവൃത്തി ഘട്ടം ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അനിച്ഛാപൂർവമായ ഒരു പ്രവൃത്തി ഘട്ടം, ഒന്നും ആലോചിച്ചും ചിന്തിച്ചുമല്ല. ഞാൻ മുമ്പൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന ഒരു ഇളക്കം, കാതറിൻ ബ്രിഡ്ജ് പറഞ്ഞ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സന്ത്രാസം, അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഒരു ഉദ്ദേശവുമില്ലാതെ, പർപ്പസീവ് അല്ലാത്ത രീതിയിലുള്ള ഒരു ഇളക്കം, അനിച്ഛാപൂർവമായ, അതാണ് പർപ്പസീവ് അല്ലാത്ത എന്ന് ഞാൻ പറഞ്ഞത്. അനിച്ഛാപൂർവമായ ഒരു പ്രവർത്തന ഘട്ടമാണ് ആദ്യത്തെ 1 മാസം. രണ്ടാമത്തേതിനെ 1 മാസം മുതൽ 4 മാസം വരെ അദ്ദേഹം പറയുന്നത് പ്രൈമറി സർക്കുലർ റിയാക്ഷൻ സ്റ്റേജ്, അതായത് പ്രാഥമിക ചാക്രിക പ്രതികരണ ഘട്ടം. പ്രാഥമിക ചാക്രിക പ്രതികരണ ഘട്ടം. നോക്കൂ, സിമ്പിൾ മോട്ടോർ ഹാബിറ്റ്സ് സെന്റേർഡ് അറൗണ്ട് ഓൺ ബോഡി. 1 മാസം മുതൽ പ്രാഥമിക ചാക്രിക ഘട്ടം എന്നാണ് പറയുന്നത്, 1 മാസം മുതൽ 4 മാസം വരെ. നോ കം ടു സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ, അതായത് ദ്വിതീയ ചാക്രിക പ്രതികരണ ഘട്ടം. ദ്വിതീയ ചാക്രിക പ്രതികരണ ഘട്ടം, അതായത് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ സ്റ്റേജ് 4 മാസം മുതൽ 8 മാസം വരെ. ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ, റിപ്പീറ്റ്
ഇൻട്രസ്റ്റ് എഫക്റ്റ് ഇൻ സൗണ്ടിങ്സ്. നോക്കുക, കുട്ടികൾ പ്രതികരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെയാണ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ സ്റ്റേജ്. ഈ ഘട്ടത്തിലാണ് കുട്ടികളിൽ ബുദ്ധിവികാസത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ബുദ്ധിവികാസത്തിൻ്റെ പടിവാതിൽ അഥവാ ത്രിഷോൾഡ് ടു ഇൻ്റലിജൻസ് എന്ന് പറയുന്നു. അതായത് 4 മാസം മുതൽ 8 മാസം വരെയുള്ള ഈ സമയത്തെയാണ് നമ്മൾ ത്രിഷോൾഡ് ടു ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ കാര്യം മറക്കാതെ വെക്കുക. പരീക്ഷയ്ക്ക് പല തവണ ചോദിച്ച ചോദ്യമാണ്. വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട്. കൂടുതൽ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. അത് വിഷയം വേറെ. പിന്നെ 8 മുതൽ 12 മാസം വരെ എന്താ സംഭവിക്കുന്നത്? രണ്ടാമത്തത് തൃതീയ ചാക്രിക ഘട്ടം, അല്ലെങ്കിൽ സെക്കൻഡറി ദ്വിതീയ ചാക്രിക ഘട്ടത്തിൽ നമുക്ക് കിട്ടിയ അനുഭവങ്ങളുടെ ഒരു കേന്ദ്രീകരണം. അതാണ് 8 മുതൽ 12 മാസം വരെ കിട്ടുന്നത്. അതായത് ദ്വിതീയ സീമകളുടെ ഏകീകരണം നടക്കുന്നു. അടുത്തത് തൃതീയ ചാക്രിക പ്രതികരണ ഘട്ടം, അതായത് ടെർഷ്യറി സർക്കുലർ റിയാക്ഷൻസ്. ടെർഷ്യറി എന്ന് വെച്ചാൽ ഇവിടെ മൂന്നാമത്തെയാണ്. ഇത് പ്രൈമറി, സെക്കൻഡറി, പിന്നെ ഇത് സെക്കൻഡറി സ്കീമകളുടെ ഏകീകരണം. അത് കഴിഞ്ഞാൽ ഇത് തൃതീയ സ്കീമയാണ്. ഇതിൻ്റെ അപ്പുറം വേറെ സ്കീമയില്ലാത്തതുകൊണ്ട് ഇതിനെ നിങ്ങൾ അവസാനത്തെ എന്ന് വിളിക്കുന്നു, അതായത് ടെർഷ്യറി. ഓക്കെ, ടെർഷ്യറി സ്കീമകളുടെ ഏകീകരണം നടക്കുന്നത് ഈ സമയത്താണ്. പിന്നെ കുട്ടികളിൽ മാനസിക പ്രതിബിംബങ്ങൾ, സ്കീമുകളുടെ ഏകീകരണം, ഓക്കെ, അല്ലെങ്കിൽ സ്കീമുകളുടെ ആന്തരികവൽക്കരണം നടക്കുന്നത് 1 കൊല്ലം മുതൽ 2 കൊല്ലം വരുന്ന സമയത്തിനുള്ളിലാണ്. അങ്ങനെ സെൻസറി മോട്ടോർ സ്റ്റേജിനെ പിയാഷെ 6 സ്റ്റേജുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ്, 4 മാസം മുതൽ 8 മാസം വരെയുള്ള സമയം. ഇതാണ് ബുദ്ധിവികാസത്തിൻ്റെ പടിവാതിൽ എന്ന് പറയുന്നത്. അതായത് കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞന്മാർ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ പിയാഷെയാണ്. പിന്നെയോ എംബ്രിയോണിക് സയൻറ്റിസ്റ്റ് എന്നുകൂടി വിശേഷിപ്പിച്ചത് പിയാഷെയാണ്. അപ്പോൾ പിയാഷയെ മറക്കണ്ട. പിയാഷയെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും എയിംസ് സ്റ്റഡി സെൻറ്റർ ഉണ്ടാവും. എയിംസ് സ്റ്റഡി സെൻറ്ററിൻ്റെ കൂടെ ഞാനുണ്ടാവും. ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ക്ഷേമം മാത്രമാണ്. സോ ബി ഓൾവേസ് എ പാർട്ട് ഓഫ് അസ്. സോ നമ്മുടെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യഥാസമയം കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ വീഡിയോസ് നമുക്ക് സമയത്തിന് നിങ്ങളുടെ കയ്യിലെത്തും.